ഒരു വ്യക്തിയെ സ്കൂളിൽ അധ്യാപകനായി നിയമിച്ചു. ആ അധ്യാപകൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് തെറ്റായ മാർഗത്തിലൂടെയാണ് അധ്യാപക സ്ഥാനം നേടിയതെന്ന് ആരോപിക്കപ്പെടുന്നു. അധ്യാപക ജോലി നേടുന്നതിനായി ഇല്ലാത്ത യോഗ്യതകൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചതിന് അധ്യാപകനെതിരെ വഞ്ചനാകുറ്റത്തിനും വ്യാജരേഖ ഉണ്ടാക്കിയതിനും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കേസ് എടുത്ത് അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി അധ്യാപകന്റെ സേവന പുസ്തകം പരിശോധിച്ചപ്പോൾ അതിലെ കൈയക്ഷരത്തിലുള്ള പൊരുത്തക്കേടുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ സത്യാവസ്ഥ അറിയാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ കൈയക്ഷര സാമ്പിളുകൾക്കായി മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും അത് കോടതി ക്രിമിനൽ നടപടിക്രമം തിരിച്ചറിയൽ നിയമപ്രകാരം അനുവദിച്ചു. അതുകൊണ്ട് കൈയക്ഷര സാമ്പിളുകൾ കൊടുക്കുന്നതിനായി അധ്യാപകൻ നിർബന്ധിതനായി. ഈ ഉത്തരവിനെതിരെ അധ്യാപകൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇങ്ങനെ കൈയക്ഷര സാമ്പിളുകൾ കൊടുക്കുന്നത് സ്വയം കുറ്റപ്പെടുത്തലാവുമെന്നും അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 പ്രകാരം അയാളുടെ മൗലികാവകാശ ലംഘനമാവുമെന്നും വാദിച്ചു. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയുടെ കൈയക്ഷര സാമ്പിളുകൾ കൊടുക്കാനായി നിർബന്ധിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 പ്രകാരം അയാളുടെ മൗലികാവകാശത്തെ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഹൈക്കോടതിയുടെ മുമ്പിൽ പരിഗണനയ്ക്കായി ഉയർന്നു. കൈയക്ഷരം, ഒപ്പുകൾ അല്ലെങ്കിൽ വിരൽ പതിപ്പുകൾ സാക്ഷ്യപത്രമായിരിക്കില്ലെന്നും അവ മറ്റ് തെളിവുകളെ അടിസ്ഥാനമാക്കി കോടതിയുടെ അനുമാനത്തിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള താരതമ്യ വസ്തുക്കളാണെന്നും അത് കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മൗലികാവകാശത്തെ ബാധിക്കുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്വകാര്യതയുടെ മൗലികാവകാശം പ്രധാനമാണെങ്കിലും ക്രിമിനൽ അന്വേഷണങ്ങൾ പോലെയുള്ള പൊതുതാൽപര്യം കൂടുതൽ പ്രാധാന്യമുള്ള ചില സന്ദർഭങ്ങളിൽ സ്വകാര്യതയുടെ അവകാശങ്ങൾ അസാധുവാകും. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ആവശ്യത്തിനുവേണ്ടി കൈയക്ഷര സാമ്പിളുകൾ കൊടുക്കാനായി ഒരു പ്രതിയെ നിർദ്ദേശിക്കുന്നത് മൗലികാവകാശ ലംഘനമായി കണക്കാക്കാനാവില്ല. അതിനാൽ ക്രിമിനൽ നടപടിക്രമം തിരിച്ചറിയൽ നിയമപ്രകാരം കോടതിക്ക് വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം ഒരു പ്രതിയുടെ കൈയക്ഷരം അന്വേഷണത്തിന് ആവശ്യമെങ്കിൽ അത് വാങ്ങാനുള്ള ഉത്തരവ് നൽകാൻ അധികാരമുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.